മനോരമ സീ വോട്ടേഴ്സ് ഇലക്ഷൻ സർവേയുടെ രണ്ടാമത്തെ ഘട്ടം ഇന്ന് മനോരമ ജനങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മണ്ഡലങ്ങളെയാണ് അവർ ഇന്ന് വിലയിരുത്തലിന് വിധേയമാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം 2021 ഈ 5 ജില്ലകളിൽ നിന്ന് LDFന് 36 സീറ്റുകളും UDFന് 17 MLAമാരും ഉണ്ടായിരുന്നു എന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ ജില്ലയുടെയും വിലയിരുത്തൽ നടത്തിയത്. ഏറ്റവും പുതിയ സർവേയിലൂടെ വടക്കൻ കേരളത്തിൽ UDFന് ലഭിക്കുമെന്ന് പറഞ്ഞ മുൻതൂക്കത്തെ ഒട്ടും കുറച്ച് കാണിക്കാതെ കുറെ കൂടി UDFന് അവരുടെ കരുത്ത് തെളിയിക്കാൻ കഴിയും എന്ന തരത്തിലാണ് മനോരമ അവരുടെ സർവേ ഫലങ്ങളിലൂടെ കടന്നുപോയത്. ഈ 5 ജില്ലകളിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ജില്ലയിൽ ഏറ്റവും നിർണായക മത്സരം നടന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പൊതുവെ ഉയർന്നു കേൾക്കുന്ന BJPയുടെ സാധ്യതകളെ ഈ സർവേ അത്ര ആശാവഹമായി കണ്ടെത്താൻ കഴിയുന്നില്ല. സർവേ പറയുന്നു, പാലക്കാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവിടേക്ക് പുതിയ 2 മുഖങ്ങൾ LDFും UDFും അവതരിപ്പിക്കുന്നതിലൂടെ UDFന് ആ സീറ്റ് കഴിഞ്ഞ കാലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്താൻ കഴിയും എന്ന് പാലക്കാട് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് സീറ്റുകൾ എന്നവർ പരിചയപ്പെടുത്തിയ പാലക്കാടിൻ്റെ ഫലത്തെപ്പറ്റി അവർ സൂചിപ്പിക്കുന്നു. എന്നാൽ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാവുന്നതുപോലെ 12 അസംബ്ലി മണ്ഡലങ്ങളിൽ 10 സീറ്റുകളിൽ, മണ്ണാർക്കാടും പാലക്കാടും ഒഴിച്ചു നിർത്തിയ സീറ്റുകളിൽ LDFനുണ്ടായ വലിയ മുന്നേറ്റം ഏകദേശം 13% വോട്ട് ശതമാനത്തിൽ ഉണ്ടായ LDFന്റെ മുൻതൂക്കം ഈ പ്രാവശ്യം നിലനിർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമില്ല എന്ന് യാഥാർത്ഥ്യബോധത്തോടെയാണ് മനോരമ അവതരിപ്പിക്കുന്നത്. അതേസമയം ഹോട്ട് സീറ്റുകളുടെ കാര്യത്തിൽ മനോരമ കണ്ടെത്തുന്ന ഒരു മണ്ഡലത്തെ പറ്റിയുള്ള അവരുടെ അഭിപ്രായ പ്രകടനം നേരത്തെ നമ്മൾ കണ്ണൂർ മണ്ഡലത്തിലെ തളിപ്പറമ്പിനെ ഓർമ്മിപ്പിക്കും വിധമാണെന്ന് ഇവിടെയും ഞങ്ങൾ ഓർത്തെടുക്കട്ടെ. നോക്കൂ, ഇവർ പറയുന്നു ഒറ്റപ്പാലം മണ്ഡലം ഹോട്ട് സീറ്റ് എന്ന തരത്തിൽ ഞങ്ങൾ കാണുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അവർ കാണുന്നു എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. അവിടെ ഏകപക്ഷീയമായി കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷത്തിന് ലഭിച്ച മുൻതൂക്കം അങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല ശ്രീ PK ശശിക്കെന്ന് ആരും സമ്മതിക്കും. CPMന്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ എന്നതിനപ്പുറം വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരാൾ, അതും കോൺഗ്രസിന്റെ ചിഹ്നം പോലും ലഭിക്കാതെ UDFന് വേണ്ടി സ്വതന്ത്ര വേഷത്തിൽ എത്തുന്ന ഒറ്റപ്പാലത്തിന്റെ മുൻ MLAക്ക് ഒറ്റപ്പാലത്ത് LDFൽ ഒരു ഭീഷണിയും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിലയിരുത്തുമ്പോൾ, മനോരമ ഒറ്റപ്പാലത്ത് ഒരു ഹോട്ട് സീറ്റ് എന്ന തരത്തിൽ അവതരിപ്പിച്ചതിൻ്റെ പിന്നിൽ അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. എന്നാൽ തൃത്താലയിൽ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവിടെ ആവർത്തിച്ച് വിജയിച്ചു വന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വളരെ ശ്രദ്ധേയനായിരുന്ന ശ്രീ ബൽറാം ഈ പ്രാവശ്യവും മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൻ്റെ ത്രിതല പഞ്ചായത്ത് മന്ത്രി എന്ന തരത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീ രാജേഷുമായിട്ടുള്ള പോരാട്ടം നെക്ക് ടു നെക്ക് ആണെന്ന യാഥാർത്ഥ്യത്തെ നമുക്കും ഉൾക്കൊള്ളാം. മൊത്തത്തിൽ പാലക്കാട് ഒരു LDF വിരുദ്ധ തരംഗം ഇല്ല എന്ന് പറയുന്ന മനോരമ തൃശ്ശൂരിലെത്തുമ്പോൾ നോക്കൂ, തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ NDAക്ക് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ട് എന്നാണ് മനോരമ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ NDAക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ
നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ അപ്രസക്തമാക്കും വിധം തൃശ്ശൂർ മൊത്തത്തിൽ NDA വിരുദ്ധ പാർട്ടികൾക്കുണ്ടായ മുൻതൂക്കം എങ്ങനെയാണ് തൃശ്ശൂരിൽ നിലനിർത്താൻ ശ്രീമതി പത്മജയ്ക്ക് കഴിയുന്നതെന്ന് മനോരമ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതേസമയം തൃശ്ശൂരിൽ മറ്റു ചില മണ്ഡലങ്ങളിൽ അവർ പഴയ കാലത്തേക്കാൾ മത്സരം ശക്തമാകും എന്ന വാദത്തെ നമുക്കും അംഗീകരിക്കാം. തൃശ്ശൂരിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിലും വിജയിച്ച LDFിൻ്റെ ഇപ്പോഴത്തെ സാധ്യതയെപ്പറ്റി മനോരമ പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ 11 സീറ്റുകൾ വരെ LDFന് നേടാമെന്നാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് 2 മുതൽ 4 സീറ്റ് നേടാം എന്ന് അവർ തൃശ്ശൂരിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പാലക്കാടും തൃശ്ശൂരും എടുത്താൽ വലിയ ആഘാതം LDFന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന മനോരമ അടുത്ത 3 ജില്ലകളിലെ രാഷ്ട്രീയ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ആരെയും ഒരുപക്ഷെ ഞെട്ടിപ്പിക്കാവുന്ന LDFന് ഇടുക്കി, എറണാകുളം, കോട്ടയം മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ 0 സീറ്റ് വരെ താഴേക്ക് പോകാം എന്ന് മനോരമ പറയുമ്പോൾ അതങ്ങനെ വിശ്വസിക്കാൻ നമുക്കിപ്പോഴും കഴിയുന്നില്ല. നോക്കൂ, എറണാകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപക്ഷെ സംസ്ഥാനത്ത് മലപ്പുറം ഒഴിച്ചു നിർത്തിയാൽ UDFന് മുൻതൂക്കം ലഭിച്ചു എന്ന് പറയേണ്ട എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ വർഷം UDFന് ലഭിച്ച മുൻതൂക്കത്തേക്കാൾ മോശമല്ലാത്ത കുതിപ്പ് അവർക്ക് എറണാകുളത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ അവിടെ നിലവിലുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതിനേറ്റവും നല്ല തെളിവായിരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും. കളമശ്ശേരിയിൽ മത്സരിക്കുന്ന P. രാജീവ് കഴിഞ്ഞ വർഷം വലിയൊരു അട്ടിമറി വിജയം നേടിയെങ്കിൽ പോലും രാജീവിൻ്റെ അവിടുത്തെ ഇടപെടലുകൾ വളരെ ആരോഗ്യകരമായ ചില പശ്ചാത്തലങ്ങൾ കളമശ്ശേരിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും കളമശ്ശേരിയിലെ രാജീവിന് ചെറിയ വിജയ സാധ്യത ഉള്ളൂ എന്ന് മനോരമ അവിടെ പറയുന്നുണ്ട്. അതേസമയം എറണാകുളം ജില്ലയിൽ ശക്തമായിട്ടുള്ള കോൺഗ്രസിലെ ചില ഗ്രൂപ്പിസങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതെന്ന് ഒരിടത്തും പറയാൻ മനോരമ ശ്രമിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് 2020 എന്ന രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. ആ 2020 എന്ന രാഷ്ട്രീയ പരീക്ഷണം NDAയോട് ചേർന്നതിലൂടെ അതിൻ്റെ ഗുണഭോക്താവാകുവാൻ LDFനേക്കാൾ UDFന് കഴിഞ്ഞേക്കാം എന്നൊരു ധാരണയെ നമ്മൾക്കും അംഗീകരിക്കാം. കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം LDFനുണ്ടായ വിജയം ഈ പ്രാവശ്യം ആവർത്തിക്കില്ല എന്ന വസ്തുതയും യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് നമുക്ക് അംഗീകരിക്കാം. കോട്ടയത്തേക്ക് വരുമ്പോൾ നോക്കൂ, കോട്ടയം ജില്ല മാണി കോൺഗ്രസിൻ്റെയും അത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെയും കുത്തകയാണെന്ന് പറയുമ്പോൾ അവിടെയും വ്യത്യസ്തമായ ചില വിജയങ്ങൾ നേടുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിരുന്നു. കോട്ടയത്തു നിന്നുള്ള ശ്രീ VN വാസവൻ ഏറ്റുമാനൂരിൽ നിന്ന് വിജയിക്കുക മാത്രമല്ല വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ്. ആ ഏറ്റുമാനൂർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലും പാലയിലും ഇടതുപക്ഷത്തിന് നേരിയ മുൻതൂക്കം മനോരമ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ കോട്ടയത്തു നിന്നുള്ള മുഴുവൻ സീറ്റുകളും UDFന് ലഭിച്ചേക്കാം എന്നാണ് മനോരമയുടെ സർവ്വ പറയുന്നത്. ഇടുക്കിയിലേക്ക് വന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഇടുക്കിയിൽ നിന്നുള്ള 2 പ്രമുഖ നേതാക്കന്മാർ ശ്രീ MM മണിയും ശ്രീ PJ ജോസഫും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എങ്കിൽ പോലും അവിടെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഫോർമുലകളിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഇടുക്കിയിലും പീരുമേട്ടിലും, വിശിഷ്യ പീരുമേട്ടിൽ കഴിഞ്ഞ പ്രാവശ്യവും CPIക്ക് ചെറിയ മുൻതൂക്കത്തോടെയാണ് അവിടെ വിജയിക്കാൻ കഴിഞ്ഞതെങ്കിൽ പീരുമേടിലെ മത്സരം ഒരു ഹോട്ട് സീറ്റ് എന്ന തരത്തിൽ നമുക്കും വിലയിരുത്താം. സി വോട്ടേഴ്സ് സർവേ നടത്തിയ ഫലങ്ങൾക്ക് വിപരീതമായ ചില വിശദീകരണം മനോരമയുടെ മുതിർന്ന പത്രപ്രവർത്തകർ ഇതേ അവതരണത്തിൽ ഉൾപ്പെടുത്തി എന്നത് മനോരമയ്ക്ക് പോലും ഈ സർവേയുടെ ഉള്ളടക്കത്തിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നു.
ഏറ്റവും അവസാനമായി വടക്ക് മുതലുള്ള കോട്ടയം വരെയുള്ള ജില്ലകളിലെ വിലയിരുത്തൽ നടത്തിക്കഴിഞ്ഞ മനോരമ 101 സീറ്റുകളിൽ UDFന് 65 സീറ്റുകൾ വരെ ലഭിക്കാം എന്നവർ പറഞ്ഞു വെക്കുമ്പോൾ വരാൻ പോകുന്ന പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് UDFന് കുറഞ്ഞത് 6 സീറ്റ് കൂടി ലഭിച്ചാൽ LDFന്റെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കുമെന്ന് പറയാനുള്ള വലിയ താല്പര്യം ഈ 2ാം ദിവസത്തെ മനോരമയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും.